പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നീ റിസൈൻ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് സാഗർ ഇതേപറ്റി അറിയാൻ ഇടയാകുന്നു. സാഗറിനെ ചെന്ന് കാണുന്ന ക്രിഷ് കൺമണിയുടെ തീരുമാനത്തെ പറ്റി വ്യക്തമാക്കുകയാണ്. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ ഇനി എളുപ്പമാവുകയില്ല എന്ന് ഇതേ തുടർന്ന് ക്രിഷ് പറയുകയും ചെയ്യുന്നു. കൺമണിയാണ് നമ്മുടെ ഡിസൈനുകളെല്ലാം ഇപ്പോൾ അതീവ ഗംഭീരമാക്കി തരുന്നത്. അവൾ തന്നെ ഇല്ലാതായാൽ പിന്നെ എന്തു ചെയ്യും? കാര്യങ്ങൾ കൈവിട്ടു പോവുകയില്ലേ? അതുകൊണ്ട് എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണം. അവളുടെ ഈ രാജിവെക്കുന്നതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കുക തന്നെ വേണം. ഇത് കേട്ടതിനെ തുടർന്ന് പറയുന്നത് ശരി തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് സാഗർ. എനിക്ക് എന്തായാലും കൺമണിയോട് ഒന്ന് സംസാരിക്കണം, ഇല്ലെങ്കിൽ ശരിയാവുകയില്ല. ഞാൻ എന്തായാലും അവളോട് ഒന്ന് സംസാരിച്ചതിനു ശേഷം വരാമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് സാഗർ. ഇതേ തുടർന്നാണ് കൺമണിയെ കാണുന്നതിനായി സാഗർ എത്തുന്നത്. അവിടെ വെച്ച് സാഗർ കൺമണിയോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. കൺമണി, ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. പക്ഷേ ഞാൻ നിന്നെ തടയാനൊന്നും ശ്രമിക്കുന്നില്ല. മാത്രവുമല്ല, എനിക്കിപ്പോൾ ഒരു കാര്യം മാത്രമാണ് കൃത്യമായി നിന്നിൽ നിന്ന് അറിയേണ്ടത്. നീ റിസൈൻ ചെയ്യുന്നതിന് പിന്നിലെ കാരണം എന്താണ്? നീ കാരണമാണ് ഇപ്പോഴുള്ള പുതിയ പ്രൊജക്റ്റ് കിട്ടിയത്. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ നീ കമ്പനിയിൽ തുടരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് ഒരു കമ്പനിയുടെ CEO എന്ന നിലയിലുള്ള സ്വാർത്ഥത തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ലാതെ മറ്റൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. ഇപ്പോൾ PR ഗ്രൂപ്പിലേക്കാണ് കൺമണി പോകുന്നത് എന്നുള്ള കാര്യവും എനിക്ക് മനസ്സിലായി. ഞാനത് നിന്റെ തീരുമാനമായി അംഗീകരിക്കാൻ തയ്യാറാണ്. എനിക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ ഇതിന് പിന്നിലെ വേറെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മറ്റാരുടെയെങ്കിലും പ്രഷർ കാരണമാണോ നീ ഇപ്പോൾ ഈ ജോലി ഉപേക്ഷിച്ചു പോകുന്നത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് പറയുകയാണ് എങ്കിൽ ഞാനത് മാറ്റിത്തരാൻ ശ്രമിക്കാം. ഞങ്ങൾ എല്ലാ സപ്പോർട്ടും കൺമണിക്ക് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. കൺമണിയെ പോലെയുള്ള ഒരു എംപ്ലോയി ഇവിടെ നിന്ന് പോവുക എന്ന് പറയുന്നത് വളരെയധികം വിഷമം നിറഞ്ഞ കാര്യം തന്നെയാണ്. ഞാനത് സമ്മതിക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് കൺമണി പോകരുത് എന്നുള്ള നിലപാട് എനിക്കുള്ളത്. കൺമണിക്ക് എന്ത് തീരുമാനവും എടുക്കാം, പക്ഷേ കൺമണി പോകരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേൾക്കുന്ന കൺമണി, സാർ, അലിഗയിൽ ജോലി ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഏറെ നാളുകളായി ഞാൻ ഇവിടെ തന്നെയാണല്ലോ ജോലി ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ മറ്റൊരു വഴിത്തിരിവ് വന്നതിനെ തുടർന്നാണ് എനിക്ക് ഇങ്ങനെയൊരു തീരുമാനം എടുക്കേണ്ടതായി വന്നത്. ഒരിക്കലും ഞാൻ ഈ തീരുമാനം ഇഷ്ടപ്പെട്ടിട്ട് എടുക്കുന്നതല്ല. മറ്റു വഴികൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നത്. എൻ്റെ ചേട്ടൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അവിടെയാണ്. ബലരാമൻ സാറിന് ചേട്ടൻ വാക്ക് കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ മറ്റു വഴികൾ ഒന്നുമില്ലാത്ത അവസ്ഥ വന്നെത്തിയിരിക്കുന്നത്. കാര്യങ്ങൾ കൈവിട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടി എനിക്ക് ഈ കാര്യം ചെയ്തേ പറ്റുകയുള്ളൂ. ഇത് കേട്ടതിനെ തുടർന്ന് സാഗർ, എന്തായാലും നിലപാട് നിന്റേതാണ്. നീ എടുക്കുന്ന തീരുമാനം അംഗീകരിക്കുന്നതിന് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. കാര്യങ്ങൾ നിന്റെ ആഗ്രഹം പോലെ തന്നെ മുന്നിലേക്ക് നടക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നീ ഈ തീരുമാനത്തെക്കുറിച്ച് ഒന്നുകൂടി ആലോചിക്കണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് സാഗർ പോകുന്നു. ഇതേസമയം ഈ കാര്യം അറിയുന്ന സാഗറിന്റെ സുഹൃത്തു കൂടിയായ ദേവ്ജി മുന്നിലേക്ക് വരികയാണ്. ദേവ്ജി കൺമണിയെ ചെന്ന് കാണുകയും, കൺമണിയിലാണ് ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും ഉണ്ടായിരുന്നത്.
കൺമണി പാതി വഴിക്ക് വെച്ച് പോവുകയാണ് എന്നുള്ള കാര്യം ഞങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അത് നിസ്സംശയം ഞാൻ പറയുന്ന കാര്യം തന്നെയാണ്. ഒരിക്കലും കൺമണിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു കാര്യം സംഭവിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്തായാലും കൺമണിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകണം എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതേ സമയം കൺമണി തിരികെ വന്നതിനെ തുടർന്ന് താനെടുത്ത തീരുമാനം ശരിയാണോ എന്ന് കൺമണി ആലോചിക്കുകയാണ്. എടുത്തത് ഇപ്പോൾ പ്രഷർ ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഒരിക്കലും ഞാനത് ഇഷ്ടപ്പെട്ട് എടുത്തൊരു തീരുമാനമല്ല. അതുകൊണ്ട് ഈ തീരുമാനം കാരണം തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള കാര്യവും ഞാൻ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും വീട്ടിൽ പോയി ഇതേപ്പറ്റി ആലോചിക്കാം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ. പക്ഷേ ഇതേ സമയം കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന മനോജ് കൺമണിയെ ചെന്ന് കണ്ട് കൺമണിയോട് ബുദ്ധിമുട്ടാണ് എങ്കിൽ തീരുമാനം മാറ്റാം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഒരിക്കലും കൺമണിയെ വിഷമിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തീരുമാനം ഇപ്പോൾ നിന്നെ അറിയിക്കുന്നത്. എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാം. ബലരാമൻ സാറിനോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊള്ളാം എന്നും അറിയിക്കുന്നു. ഇതോടെ കൺമണി ആകെ തകർന്നു പോയിരിക്കുകയാണ്. മറ്റൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മാനസയുടെ മനസ്സിലെ കാര്യവും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഒരിക്കലും സ്നേഹം കൊണ്ടല്ല മാനസ ഈ വിവാഹത്തിന് തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്രിഷ് സാറിന്റെ ജീവിതവും ഞാൻ കാരണമാണ് അപകടത്തിലായിരിക്കുന്നത്. ക്രിഷ് സാറിനോട് അവളെ വിവാഹം കഴിക്കാൻ പറഞ്ഞത് ഞാനല്ലേ? അത് ശരി തന്നെയാണോ എന്നുള്ള ചോദ്യവും മുന്നിലേക്ക് കടന്നു വന്നതിനെ തുടർന്ന് മാനസികമായി തകർന്നു പോയിരിക്കുകയാണ് കൺമണി. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.